എന്താണ് ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എഞ്ചിൻ എന്ന ആശയം മനസ്സിലാക്കാൻ നമുക്കൊരു പിസ്റ്റൺ സിലിണ്ടർ ക്രമീകരണം പരിഗണിക്കാം. ഇവിടെ സിലിണ്ടറിനുള്ളിൽ കംപ്രസ് ചെയ്ത വായുവിന്റെയും ഇന്ധനത്തിന്റെയും ഒരു മിശ്രിതം നിറച്ചിരിക്കുന്നു. അതേസമയം പിസ്റ്റൺ ഒരു ഫ്ലൈവീലുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഇന്ധനം കത്തുമ്പോൾ, അതായത് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ, അതൊരു എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷന് കാരണമാകുന്നു. ഇതിന്റെ ഫലമായി കമ്പഷൻ പ്രോഡക്ട്സ് ഉണ്ടാവുകയും വലിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ താപം പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുകയും ഫ്ലൈവീലിനെ കറക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ലളിതമായ പിസ്റ്റൺ സിലിണ്ടർ ക്രമീകരണം ഇന്ധനത്തിന്റെ കെമിക്കൽ എനർജിയെ തേർമൽ എനർജിയാക്കി മാറ്റി അത് പിന്നീട് മെക്കാനിക്കൽ വർക്കായി മാറുന്നു എന്ന് നമുക്ക് കാണാം. അതിനാൽ നമുക്ക് പറയാം, ഒരു ഹീറ്റ് എഞ്ചിൻ എന്നത് ഇന്ധനത്തിന്റെ കെമിക്കൽ എനർജിയെ തേർമൽ എനർജിയാക്കി മാറ്റുകയും അത് ഉപയോഗിച്ച് മെക്കാനിക്കൽ വർക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഹീറ്റ് എഞ്ചിനുകളെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളും ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ ജ്വലന ഉൽപ്പന്നങ്ങൾ താപം വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അതാണ് പിന്നീട് യാന്ത്രിക പ്രവൃത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. സ്റ്റീം എഞ്ചിൻ ഇത്തരം ഹീറ്റ് എഞ്ചിനുകൾക്ക് ഒരു ഉദാഹരണമാണ്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളിൽ ജ്വലന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് വർക്കിംഗ് ഫ്ലൂയിഡായി പ്രവർത്തിക്കുന്നത്. ഇത് വികസിച്ചാണ് യാന്ത്രിക പ്രവൃത്തി ഉണ്ടാകുന്നത്. പെട്രോൾ എഞ്ചിൻ ഇത്തരം ഹീറ്റ് എഞ്ചിനുകൾക്ക് ഒരു ഉദാഹരണമാണ്.